ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഓർക്കിഡിനെ പറ്റിയാണ്. ഇതാണ് ഡെൻഡ്രോബിയം ബ്ലാക്ക് ബ്ലൂ. നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ്. അതിൻ്റെ നടുഭാഗത്ത് ഉള്ള നമ്മുടെ ലിപ്പിന് നല്ല വയലറ്റ് കളറാണ്, പക്ഷേ അതിനുള്ളിലൊരു വെളുത്ത സ്പോട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത്, ഫ്ലവറാണിത്. ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ പെറ്റലിനും സെപ്പലിനും വെള്ള കളറിലെ ഒരു ബോർഡറുണ്ട്. വളരെ ചെറിയൊരു ബോർഡറുണ്ട്, പക്ഷെ അത് ലിപ്പിനില്ല. ആ ബോർഡർ ഇതിന് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾക്ക് പുതിയതായി വിടുന്ന ഒരു സ്പൈക്കാണ്. അത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും രൂപം മാറ്റം വന്നതാണോന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഇത് ഫ്ലവർ ചെയ്യുന്നത്, ഈ ചെടി ഫ്ലവർ ചെയ്യുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നല്ല ഭംഗിയാണ്. ഇതിന് വൈറ്റ് ഷെയ്ഡ് കൂടുതലാണ്. ഒരു വളരെ ലൈറ്റ് വയലറ്റ് കളറിലെ ഒരു ഷെയ്ഡിൻ്റെ അറ്റത്തൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് ഈ ഫ്ലവർ. ഇത് ഒരു ഡെൻഡ്രോബിയം വെറൈറ്റി തന്നെയാണ്. എൻ്റെ വീട്ടിൽ വിരിഞ്ഞ മറ്റൊരു ഡെൻഡ്രോബിയം ഓർക്കിഡാണ് ഈ കാണുന്നത്. ഈ ഫ്ലവർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഇതളുകളുടെ അറ്റത്തെല്ലാം ഇളം വയലറ്റ് കളർ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് പോലാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ ലിപ്പിൻ്റെ അറ്റത്തും ഈ വയലറ്റ് കളറുണ്ട്. മറ്റ് ഡെൻഡ്രോബിയം വെറൈറ്റിയെ പോലെ തന്നെയാണ് ഇതിൻ്റെ പോട്ടിങ്ങും കെയറിങ്ങും എല്ലാം. വാട്ടറിങ് മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞങ്ങൾ 2 നേരം ഇത് നനയ്ക്കാറുണ്ട്. മഴയുള്ളപ്പോൾ നമുക്ക് ചെറിയ ചാറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം നനയ്ക്കും. നല്ല മഴയാണെങ്കിൽ നമ്മൾ നനയ്ക്കത്തില്ല. ഇത് മഴയത്ത് തന്നെ ഇട്ടിരിക്കുന്ന ചെടിയാണ്. നമുക്കത് മാറ്റിയിടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ എൻ്റെ പ്ലാന്റ്സിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല മാറ്റി ഇടാഞ്ഞിട്ട്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.